ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സാധനമുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ലോഫർ ഉണ്ടല്ലോ, ഈ ലോഫർ നമുക്ക് എങ്ങനെ വൃത്തിയായി നല്ല വൈറ്റ് ലോഫറാക്കി എടുക്കണം. അതായത് നമ്മൾ ലോഫർ ഉപയോഗിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോഫർ ഉപയോഗിക്കുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗത്തെ ഈ വൈറ്റ്നെസ് അങ്ങ് മാഞ്ഞ് ഈ ചെളിയുടെ ഒക്കെ കളറായിട്ട് വരും. ഇതേപോലെ നമുക്ക് എങ്ങനെ ഇത് വൈറ്റ് ആക്കി എടുക്കാം. ഇതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് വൈറ്റല്ല, ഇവിടുത്തെ നമ്മളുടെ നല്ല കളറൊക്കെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് എങ്ങനെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ മാക്സിമം എല്ലാം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ലോഫർ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം സ്കൂള് തുറന്ന സമയത്ത് മേടിച്ച ലോഫറാണ്. അപ്പം ഇപ്പം ഞാൻ സ്കൂള് ഈ കൊറോണയൊക്കെ അടുത്തോടെ ഞാൻ ഈ ലോഫറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒന്ന് ചുമ്മാ ആയിട്ട് നോക്കിയ സമയത്ത് ലോഫറിൻ്റെ ഇവിടെ മൊത്തം അഴുക്കും കാര്യങ്ങളും ചിലന്തി വലയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം നമുക്കിത് എങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വൈറ്റാക്കി ഈ സൈഡൊക്കെ നല്ല വൈറ്റാക്കി എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇവിടെ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്താൽ താല്പര്യപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു സോഡാപ്പൊടി നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന സാധനമാണ് സോഡാപ്പൊടി. നമ്മൾ അപ്പത്തിനകത്ത് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, സോഡാപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വിമ്മിൻ്റെയോ പ്രില്ലിൻ്റെയോ എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ഉണ്ടല്ലോ, കുറച്ച് ഡിഷ് വാഷ് നമുക്ക് ഏകദേശം 1 സ്പൂൺ ഡിഷ് വാഷ് നമുക്ക് എടുക്കണം. 1 സ്പൂൺ മതി. 1 സ്പൂൺ ഡിഷ് വാഷ് എടുത്തിട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഉണ്ടല്ലോ, കോൾഗേറ്റിൻ്റെ പേസ്റ്റ്. ഇത് ഏകദേശം ഒരു 1 സ്പൂൺ. അതായത് ഇത്ര ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പേസ്റ്റ് ഉപയോഗിച്ച് മാത്രമായിരുന്നു. ഇപ്പം നമുക്ക് വേറെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ഇത് ട്രൈ ചെയ്തപ്പം ഇവിടെ പേസ്റ്റിനൊക്കെ നല്ല റിസൾട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേറെ നാരങ്ങ നീരാണ് വേണ്ടത്. നമ്മളൊരു നാരങ്ങയുടെ പകുതി നമ്മൾ എടുക്കണം. നാരങ്ങയുടെ പകുതി എടുത്ത് നമ്മളിത് ഒഴിച്ച് കൊടുക്കുകയാണ്. നാരങ്ങ അറിയാതെ ഫ്രീസറിലായി പോയി വെച്ചത്, അതുകൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് നാരങ്ങ നീരൊക്കെ. ഇത്ര എന്നിട്ട് നമുക്കൊരു ഒരു ബ്രഷ് ഉണ്ടല്ലോ, പഴയ ബ്രഷ് വല്ലതും ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും, ഇവിടെ ഇങ്ങനെ പതഞ്ഞ് വരും നന്നായിട്ട്. ഇത് നമ്മൾ നേരെ നമ്മുടെ ഷൂവിലോട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല വെളുത്തിരിക്കും. നമുക്ക് എങ്ങനെ അത് കഴുകുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വളരെ അധ്വാനത്തിന് ശേഷം നമ്മുടെ ലോഫറെല്ലാം നമ്മളിവിടെ അടിഭാഗം ഞാൻ കഴിയിട്ടില്ല. അതായത് നമ്മുടെ ഇവിടെ എല്ലാം നമ്മൾ നല്ല വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് കാണാൻ സാധിക്കും, നന്നായിട്ട് വൈറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചില അഴുക്കുകളൊക്കെ പെർമനന്റ് ആയിട്ടുള്ള അഴുക്കുകളാണ്, അത് നമുക്ക് എത്ര തൂത്താലും പോകത്തില്ല അഴുക്കൊന്നും. നമുക്ക് ഇതിനകത്തിൽ നല്ല പൊടിയൊക്കെ പിടിച്ചുള്ള അഴുക്കും കാര്യങ്ങളും പിന്നെ നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ച് പോകാത്ത അഴുക്കുണ്ടല്ലോ, നമ്മുടെ കോൾഗേറ്റ് മിക്കവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൾഗേറ്റ് വരെ ഉപയോഗിച്ച് പോകാത്ത അഴുക്കൊക്കെ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതായിരിക്കും. നമുക്കിവിടെ എല്ലാം നന്നായിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഈ സൈഡും ഒക്കെ പിന്നെ ചെറിയൊരു ബ്രൗണിഷ് ഷാഡോ പോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഈ വൈറ്റിനകത്ത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ടൂത്ത് പേസ്റ്റിനെക്കാളും ഏകദേശം 1 മടങ്ങ് ഇരട്ടി ഇച്ചിരിയുടെ വൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ പെട്ടെന്ന് താഴെ ചെയ്തിട്ടുള്ള. ഓക്കെ, ബൈ ബൈ, കമ്മിങ് സൂൺ, ബൈ ബൈ.